കഴിഞ്ഞ ദിവസം കേന്ദ്ര സഹമന്ത്രിയും കേരളത്തിൽ നിന്നുള്ള എംപിയുമായ സുരേഷ് ഗോപി നടത്തിയ ഒരു പ്രസ്താവന ഏവരെയും ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു. ഉന്നത കുലജാതരായവർ പിന്നോക്ക വകുപ്പുകളുടെ തലപ്പത്ത് വരണമെന്നും ഭരണനിർവഹണത്തിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കാൻ ഇക്കൂട്ടർക്ക് സാധിക്കുമെന്നുമായിരുന്നു സുരേഷ് ഗോപിയുടെ പരാമർശം. നേരത്തെ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണമെന്നും ശബരിമലയിൽ തന്ത്രിയാകണമെന്നുമുള്ള ആഗ്രഹം പരസ്യമായി പ്രകടിപ്പിച്ച് എയറിലായ വ്യക്തി കൂടിയാണ് സുരേഷ് ഗോപി. പിന്നീട് ഇടവേളയ്ക്ക് ശേഷമാണ് സമാന രീതിയിലുള്ള പരാമർശവുമായി വീണ്ടും സുരേഷ് ഗോപി രംഗത്ത് വന്നത്. എന്നാൽ ബ്രാഹ്മണ പരാമർശത്തിൽ നിന്ന് തലയൂരിയ സുരേഷ് ഗോപിക്ക് പക്ഷേ ഉന്നത കുല ജാതർ നിരീക്ഷണത്തിനായി പണി പോകുവാനുള്ള സാധ്യതയാണ് കാണുന്നത്. എംപി നടത്തിയത് നഗ്നമായ സത്യപ്രതിജ്ഞാ ലംഘനമാണെന്നും കേന്ദ്രമന്ത്രി പദവി അടക്കം രാജിവെക്കണമെന്നുമാണ് ആവശ്യം. തെളിവ് സഹിതം ചില രാഷ്ട്രീയ നിരീക്ഷകർ കോടതിയെ സമീപിക്കാനുള്ള ഒരുക്കത്തിലുമാണ്. പറഞ്ഞതിന് കൃത്യമായ തെളിവുണ്ടെന്നിരിക്കെ ഈ കേസിൽ നിന്ന് അത്ര വേഗം തലയൂരാൻ സുരേഷ് ഗോപിക്ക് സാധിക്കില്ല എന്നുറപ്പാണ്. ജാതിമത ലിംഗഭേദമന്യേ മനുഷ്യരെല്ലാം തുല്യരാണ് എന്നതിനെ അരക്കിട്ടുറപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്ക് കീഴിലാണ് സുരേഷ് ഗോപി പാർലമെന്റ് അംഗമായിട്ടുള്ളത്. സത്യമായ സത്യപ്രതിജ്ഞാ ലംഘനം തന്നെയാണ് ഈ പ്രസ്താവന എന്ന കാര്യത്തിൽ തർക്കവുമില്ല. ഉന്നത കുലജാതരായ ബ്രാഹ്മണരോ നായിഡുവോ ഒക്കെ ആദിവാസി വകുപ്പ് ഭരിച്ചാൽ മാത്രമേ ആദിവാസികൾക്ക് പുരോഗതി ഉണ്ടാകൂ എന്നത് തികഞ്ഞ അന്ധവിശ്വാസമാണ്. പാർലമെന്റ് അംഗമായിരിക്കുമ്പോഴും ഒരാൾക്ക് നാടിന്റെ ചരിത്രത്തിൽ ലവലേശം അറിവില്ല എന്നതിന്റെ നേർചിത്രമാണ് ഇത്തരം പ്രസ്താവനകൾ തുറന്നിടുന്നത്. നൂറ്റാണ്ടുകളായി ബ്രാഹ്മണ ഹിതം അനുസരിച്ച് ക്ഷത്രിയർ ഭരിച്ചതിന്റെയും ജനാധിപത്യം വന്നതിനു ശേഷം സവർണർ മാത്രം അധികാരത്തിൽ കൈയാളിയതിന്റെയും ഇരകളാണ് ഇന്ത്യയിലെ ആദിവാസികളും ദളിതരും എന്ന സത്യം സുരേഷ് ഗോപി തിരിച്ചറിയുന്നില്ല എന്ന് വിദഗ്ധർ പറയുന്നുണ്ട്. കേരളത്തിലാണെങ്കിൽ ആദിവാസികളുടെ ഭൂമി വരുത്തരായ കുടിയേറ്റക്കാർ കയ്യേറിയതാണ് മുഖ്യ പ്രശ്നം. കയ്യേറിയ ഭൂമി തിരികെ കൊടുക്കാൻ സുപ്രീം കോടതിയുടെ വിധി ഉണ്ടായിട്ടും അത് കേരളത്തിൽ നടപ്പായില്ല. കേരളത്തിലെ സർക്കാർ ഉദ്യോഗങ്ങളിൽ പകുതിയും നിലനിൽക്കുന്ന എയ്ഡഡ് വിദ്യാലയ നിയമനങ്ങളിൽ സംവരണം ഇല്ലാത്തതിനാൽ ദളിതരെയും ആദിവാസികളെയും അവിടെയും പുറത്തു നിർത്തിയിരിക്കുന്നു. പല ഉന്നത കുലജാതരും ഭരണം നടത്തിപ്പോയിട്ടും ഇത്തരം പ്രശ്നങ്ങൾക്ക് ഇന്നും പരിഹാരമില്ല. ഉന്നത കുലജാതർ ഭരിച്ചു എന്നതുകൊണ്ടൊന്നും ആദിവാസികളുടെ പ്രശ്നം പരിഹരിക്കപ്പെടില്ല എന്നതിന് കേരളം തന്നെയാണ് മുഖ്യ ഉദാഹരണം. ബ്രാഹ്മണനായി ജനിക്കാത്തതിൽ മനം നൊന്ത് നടക്കുന്ന വ്യക്തിയാണ് സുരേഷ് ഗോപി. ഇനി വരുന്ന ജന്മമെങ്കിലും ബ്രാഹ്മണനായി ജനിക്കണമെന്ന ആഗ്രഹം ആവർത്തിച്ചു പറയുക വഴി ജാതീയത സുരേഷ് ഗോപിയിൽ എത്രമാത്രം ആഴത്തിലുണ്ടെന്ന് ഇതിനോടകം വ്യക്തമായിട്ടുള്ളതാണ്. ദൈവത്തിലോ മതത്തിലോ വിശ്വസിക്കുന്നവർക്കും വിശ്വസിക്കാത്തവർക്കും ഭരണഘടന തുല്യനീതി പ്രദാനം ചെയ്യുന്ന ഈ നാട്ടിലെ അധികാരത്തിലിരിക്കുന്ന ഒരാൾ ദൈവവിശ്വാസം ഇല്ലാത്തവരോട് തനിക്ക് യാതൊരു സ്നേഹവുമില്ലെന്നും അവരുടെ സർവനാശത്തിന് വേണ്ടി ശ്രീകോവിലിന്റെ മുന്നിൽ പോയി താൻ പ്രാർത്ഥിക്കുമെന്നും വിളിച്ചു പറയുന്നതും ഭരണഘടനാ ലംഘനം തന്നെയാണ്. വാവിട്ട വാക്കിൽ സുരേഷ് ഗോപി പശ്ചാത്തപിക്കുമെന്നും കോടതിയിൽ നിയമപോരാട്ടത്തിന് തയ്യാറായിക്കൊള്ളൂ എന്ന മുന്നറിയിപ്പും നൽകുകയാണ് വാദത്തെ എതിർക്കുന്ന ഒരു കൂട്ടർ.